സംസ്ഥാനത്തെ പാസ്പോർട്ട് ഓഫീസുകളിലുണ്ടായ സാങ്കേതിക പ്രതിസന്ധി മൂലം വലഞ്ഞ് അപേക്ഷകരും പ്രവാസികളും. സെർവർ പ്രശ്നമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? അരിശ്രീ, സംസ്ഥാനത്തുള്ള എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും സെർവർ ഡൗൺ ആയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഈ പ്രശ്നമുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരും വിദേശത്തേക്ക് പോകേണ്ട ആളുകളുമൊക്കെയാണ് ഈ പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്നത്. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടവർ, നിശ്ചിത സമയത്ത് വിദേശത്ത് പോകേണ്ടവർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വലിയ രീതിയിലാണ് ഈ പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. കൃത്യമായ തീയതി രേഖപ്പെടുത്തിക്കൊണ്ട് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ എത്തിയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ തീയതി കഴിഞ്ഞു പോയാൽ പിന്നെ അവർക്ക് വിദേശത്തേക്ക് പോകുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടും. അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രതിസന്ധി മൂലം വലഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ 300-ലധികം ആളുകൾ ഇപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത് രാവിലെ മുതൽ ഈ പ്രശ്നമുണ്ട്. രാവിലെ 9 മണി മുതൽ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ തന്നെ തുടരുകയാണ്. 300-ലധികം ആളുകൾ ഇപ്പോഴും കോട്ടയത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ മാത്രമുണ്ട്. ഇത് കോട്ടയത്ത് മാത്രമല്ല, കൊച്ചിയിലും മറ്റിടങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ, വിദേശത്തേക്ക് പോകേണ്ട ആളുകൾ അവരുടെ എല്ലാം അടുത്ത ദിവസങ്ങളിലെ ആസൂത്രണങ്ങളെയും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളും പ്രവാസികളുമെല്ലാം പറയുന്നത്. അരിശ്രീ, തീർച്ചയായും വ്യക്തമാണ്. സംസ്ഥാനത്തെ പാസ്പോർട്ട് ഓഫീസുകളിൽ ഉണ്ടായ സാങ്കേതിക പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുകയാണ് അപേക്ഷകരും പ്രവാസികളുമൊക്കെ. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.